നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. വിനായക ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായ സങ്കടഹര ചതുർത്ഥിയാണ്. ഇന്നേ ദിവസം പൗർണമി കഴിഞ്ഞ് വരുന്ന 4ാമത്തെ തിഥിയായ ചതുർത്ഥിയെയാണ് നമ്മൾ സങ്കടഹര ചതുർത്ഥിയായി പറയപ്പെടുന്നത്. വിനായക ചതുർത്ഥി പോലെ തന്നെ ഗണേശ ഭഗവാന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ സങ്കടഹര ചതുർത്ഥി, അല്ലെങ്കിൽ അങ്കാരക ചതുർത്ഥി എന്നൊക്കെ പറയുന്ന ഈ ദിവസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് സർവ്വ ദുഃഖങ്ങളും തടസ്സങ്ങളും നീക്കി ഭഗവാൻ ആഗ്രഹ സാഫല്യം നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ മുക്കുറ്റിയോ കറുകയോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി കൊണ്ട് സമർപ്പിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ അത് അവ ലഭിക്കുന്നതാണ്. അവ അവിടുന്ന് വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ്. ഒരു ചെറിയ കറുകയെങ്കിലും വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ 1 രൂപ നാണയം കൂടി സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ സകല തടസ്സങ്ങളും മാറിക്കിട്ടുവാനാണിത്. അതുപോലെ തന്നെ ഒരു തേങ്ങ ഉടയ്ക്കുന്നതും വിനായകന് എപ്പോഴും തേങ്ങ ഉടയ്ക്കുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള സകല കഷ്ടപ്പാടുകളും ആ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അത് ചിതറിപ്പോകുന്നത് പോലെ തന്നെ നമ്മുടെ ദുരിതങ്ങൾ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ കൂടിയാണ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത്. ഇനി അതിനു സാധിക്കാത്തവർ ഒരു ഗണപതിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ ഇല്ലാത്ത വീടുകൾ എന്ന് കാണില്ല. അപ്പോൾ ആ ഗണപതി ഭഗവാന് മുന്നിൽ ഒരു ദീപം കത്തിച്ച് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ഞാൻ ഇനി പറയുന്ന ഗണപതി ഗായത്രി മന്ത്രം ജപിച്ച് ഈ ഒരു വിളക്ക് കത്തിക്കൂ. തൊട്ടടുത്ത് എവിടെയെങ്കിലും എരിക്കിൻ്റെ ഇല കിട്ടുമെങ്കിൽ 2 എരിക്കിൻ്റെ ഇല പറിച്ച് കൊണ്ടുവന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു ചെറിയ തട്ടത്തിൽ ഈ എരിക്കിൻ്റെ ഇലകൾ വെച്ചതിനു ശേഷം അതിൽ കുങ്കുമവും മഞ്ഞളും ഒക്കെ തൊട്ട് കൊടുത്തതിനു ശേഷം അതിൽ കുറച്ച് കല്ലുപ്പ്, ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു നുള്ള് കല്ലുപ്പ് വീതം ഇട്ടതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു മൺചിരാത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക. എന്നിട്ട് കൈവശം ഉള്ള പൂക്കൾ കൊണ്ട് അതിൽ അർപ്പിക്കാവുന്നതാണ്. പൂക്കളില്ലെങ്കിലും സാരമില്ല, ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ വിദ്മഹേ തന്നോ ദന്തി പ്രചോദയാത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ഗണപതി ഗായത്രി മന്ത്രം ഒരു 3 തവണ ജപിച്ച് നിങ്ങൾ മനസ്സൊരുക്കി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഗണപതി ഭഗവാൻ നടത്തിത്തരും. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടി ചെയ്തു നോക്കൂ, അതിന് ഫലം ലഭിച്ചിരിക്കും. എല്ലാവർക്കും വിഘ്നേശ്വരന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്